ഹംസക്കോ ഇച്ചിരി സാധനങ്ങൾ വേണമായിരുന്നല്ലോ. പറ്റത്തിരി ഉണ്ട്. പറ്റിയ 2600 ചില്ലറ ഉണ്ടല്ലോ. പൈസ ഉണ്ടോ? പൈസ അടുത്ത ആഴ്ച തരാം. അല്ല, അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാൽ ഇത് തീർക്കാതെ ഞാനത് എങ്ങനെ സാധനം തരും? അല്ല, തീർക്കാൻ ചേട്ടാന്നല്ല, ഞാൻ ക്ലീറ്റസോട് ഇന്നലെ വൈകുന്നേരം കൊണ്ട് പറഞ്ഞതാണ്. ഓണത്തിന് മുമ്പ് മുഴുവൻ പറ്റും തീർക്കണം, അല്ലാതെ സാധനത്തിന് ഇങ്ങോട്ട് ആളെ പറഞ്ഞു വിടണ്ടെന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾ പിന്നെ സഞ്ചി തൂക്കി വന്നാൽ ഞാൻ എന്താ ചെയ്യുക? അതല്ല, ഇപ്പം നമ്മള് ഓണം വരികയാണല്ലോ. അത് ഓണം വരുന്നോണ്ടല്ലോ എനിക്ക് ഓണത്തിന്റെ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യണമെങ്കിൽ പൈസ കൊടുക്കാതെ സാധനം കിട്ടും. എല്ലാവരോടും പറഞ്ഞു അല്ല, ഒട്ടുമിക്ക ആൾക്കാരും വന്ന് പറ്റി തീർത്തോണ്ടിരിക്കുകയാണ്. ഇതെന്താന്ന് വെച്ചാ ക്ലീറ്റോന് കുറച്ച് പൈസ വരാനുള്ളത് വന്നില്ല, അതുകൊണ്ടാ. അതൊക്കെ ശരി തന്നെ. പക്ഷെ ഞാനിത് എന്ത് ചെയ്യണം? എനിക്കിതിപ്പോൾ തീർക്കാത്ത സാധനങ്ങൾ തന്നാൽ എൻ്റെ കുടുംബം പട്ടിണിയാവും. വേറെ ഒന്നും വിചാരിക്കരുത്. പിന്നെ പൈസ ഇതില്ലാതെ ക്ലീറ്റസിനോട് ഞങ്ങൾ അയാൾ ഇവിടെ വീടൊക്കെ നോക്കുമ്പോൾ നോക്കിയിട്ട് അങ്ങ് പോകും. അയാൾ ഭാവം കണ്ടാൽ തോന്നും ഈ നാട് മൊത്തം അയാളെ കഷ്ടത്തിലാണ്. അങ്ങനോട് പറയാം, നമ്മളും ജീവിക്കുന്നത് ഇത് നിന്ന് വെച്ച് കിട്ടുന്ന ചെറിയ ലാഭം കൊണ്ടാണ് നമ്മളും ജീവിക്കുന്നത്. നിങ്ങളെപ്പോലെ അല്ലാതെ നമ്മളിങ്ങനെ ശരിയാവില്ല. ഇത് വേറെ ഒന്നും വിചാരിക്കരുത്. അല്ല ഇല്ലെന്നേ, പറ്റിക്കാനായിട്ട് കുറെ ആൾക്കാർ ഇറങ്ങിയിരിക്കാം. പറ്റി പുസ്തകത്തിന്റെ പേജ് മൊത്തം തീർന്നു. എത്ര പൈസ വേണ്ടത്? മൊത്തം സാധനം വാങ്ങിച്ചിട്ട് 2600 ചില്ലറ ഉറുപ്പിക ഉണ്ട്. അത് ചോദിച്ചപ്പോൾ കഴിഞ്ഞ ഇങ്ങനെ പൈസ ഇല്ല, പിന്നെ തരാം. എന്തൊരു ഏർപ്പാട്! 2600 ഉറുപ്പിക പറ്റിക്കുക അല്ലേ? അല്ല, പറ്റിക്കാന്ന് പറഞ്ഞാൽ 2600 അല്ലേ ഉള്ളൂ. 2.5 ലക്ഷം ഒന്നും ഇല്ലല്ലോ. അല്ല, എൻ്റെ 2.5 ലക്ഷം തരാൻ വേണ്ടിട്ട് ഓല് വീട് വിറ്റ് പോകുക അവിടുന്ന്. അല്ല, ഇപ്പൊ എന്താ ആ പെണ്ണിനെ കണ്ടിട്ട് അങ്ങനെ അപമാനിച്ചു വിട്ട്? ഞാൻ എൻ്റെ ഒരു അവസ്ഥ പറഞ്ഞു. എടാ, ഒരു പെണ്ണ് വീടിന്റെ സാധനത്തിന് വേണ്ടി വന്നാൽ എനിക്കത് മര്യാദയ്ക്ക് പറഞ്ഞു വിട്ടാൽ പോരാ അവളോട്, അല്ലേ? അങ്ങനല്ലേ? ഓല് പൈസ തരൂല സ്റ്റാ. എനിക്ക് കൊല്ലം മുഴുവൻ മേടിച്ചിട്ട് ആകെ 2600 ഉള്ളിയല്ലേ അവൻ തരാനുള്ളൂ. അതവൻ കൊണ്ടുതരില്ലേ? ജോൻ ആദ്യമായിട്ട് കാണുകയാണോ? എന്താ മനസ്സിലാക്കാത്തത്? സാധനം കൊടുത്തിട്ട് അല്ലെ ആ പെണ്ണുങ്ങളെ വിളിച്ച് അങ്ങനെ മാനക്കേട് ഉണ്ടാക്കരുത്. എൻ്റെ വീട്ടിലെ പെണ്ണുങ്ങളെയാണ് ഇങ്ങനെ ആരെയും വിളിച്ച് മാനക്കെടുത്തണെന്ന് വെച്ചാലോ? അല്ല, ഇച്ചിപ്പോ ആകെ നടത്തുന്നത് ഈ ഒരു ഉണക്ക കടയിലുള്ളൂ, അല്ലേ? അല്ല, എനിക്ക് എല്ലാം തികഞ്ഞ സൂപ്പർ മാർക്കറ്റുള്ള ആളൊന്നല്ലല്ലോ ജി. എന്തിനൊക്കെ നമ്മൾ ആൾക്കാരെയൊക്കെ ആശ്രയിക്കേണ്ടി വരുമോ? മനസ്സിലായോ? എൻ്റെ ഒരു അവസ്ഥ എന്താ? എനിക്ക് 2500 ഉറുപ്പിക കിട്ടിയിട്ടുണ്ടോ കംപ്ലീറ്റ് കാര്യം ഇവിടെ തയ്ക്കാൻ വേണ്ടിട്ട്. മനസ്സ് നന്നാവണം, മനസ്സിലായോ? അല്ലാണ്ട് 4 നേരം പള്ളിയിൽ പോയി കന്ന് കിടന്നിട്ട് ഒരു കാര്യമില്ല. നീ വന്നോ? നേരത്തെ വന്നേ. ഇന്ന് ഉച്ചവരെ ക്ലാസ് ഉണ്ടായിരുന്നുള്ളൂ. എന്താ? നമുക്ക് ഓണാവധി തുടങ്ങി. ശരി. ഡാഡി വന്നില്ലേ? എന്തിനിപ്പോ ഡാഡിനെ കിട്ടിയിട്ട് പോയി തിരക്ക്. ഡാഡി വന്നോ ഇല്ലയോ എന്നുള്ളത്. എന്ത് പറ്റി അമ്മ? ഓ, എന്ത് പറ്റാനാ? അമ്മ എവിടെ പോയിരുന്നു? നിനക്കൊന്ന് ഉടുപ്പൊന്ന് പറഞ്ഞേ, വാതിൽ തുറക്കുന്ന. എന്ത് പറ്റി? ഒന്നുമില്ലെന്ന്. വഴക്ക് പിടിച്ചാ? വഴക്ക് പിടിച്ചാൽ വേണ്ടിയില്ലായിരുന്നു, നാട്ടുകാർ വഴക്ക് പറഞ്ഞു തുടങ്ങി. ഇപ്പൊ കയറി പോണ്ട നീ. എല്ലാ കാര്യം അറിഞ്ഞാലും ഇനിയിപ്പോ സ്കൂളും വീട്ടിൽ വന്നാൽ അകത്തോട്ടും കയറൂലാതെ. അല്ല, ഞാൻ ഇന്ന് ഡാഡിയെ കണ്ടായിരുന്നു സ്കൂൾ വിട്ട് വന്നപ്പം. എവിടെ വെച്ച്? ATM ഇറങ്ങുന്നത്. ATM-ലോ? ആ. ഏത് ATM-ലോ? നമ്മളെ സ്കൂളിന്റെ അടുത്തൊരു ATM ഇല്ലേ, അവിടെ നിന്ന് ഇറങ്ങുന്നുണ്ട്. ഡാഡിയോ? ആ, ഞാൻ വിചാരിച്ചു വന്നതാണോ ഒന്ന്. വരാനുള്ള പൈസ വന്നിട്ടുണ്ടാവോ? ബാബാ, വന്നിട്ടുണ്ടാവുമായിരിക്കും. ദൈവമേ, വന്നാ മതിയായിരുന്നു. അമ്മാവ് വിചാരിക്കണ പോലെ ഒന്നും അല്ല കാര്യം. ഇതിപ്പോ എവിടെ കൂടെ എന്ത് സംഭവിച്ചാലും എൻ്റെ നെഞ്ചത്തോട്ടെന്ന് പറഞ്ഞാൽ അവൻ പോയത് അതല്ല. അവളെ അച്ഛനെ കണ്ട വലിച്ചു കിടക്കണ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് അവരെല്ലാം കൂടെ പോയത്. അല്ല, എന്നോട് വഴക്ക് കൂടിയിട്ട് പോയൊന്നും അല്ല. അമ്മ ഫോൺ വെച്ചേ. എനിക്ക് വേറെ കോള് വരണം. ഓ, വല്ലാത്ത കഷ്ടം തന്നെ. കനകനും ഞമന്തി കൂടെ അങ്ങ് പോയാൽ അമ്മാവ് ഇവിടുന്ന് പിണങ്ങി പോയാണോ? പൈസ എവിടെ? പൈസ പൈസ ആരാ പൈസ? വീട്ടിന് പൈസ കിട്ടിയില്ലേ? വരാനുള്ള പൈസ ഇല്ല, അത് വന്നില്ലല്ലോ. അത് വരും. അല്ല, അപ്പൊ പിന്നെ ATM-ല് കയറി എന്തിനാ? ATM-ല് ഞാൻ കണ്ടു. നീ എങ്ങനെ ഉണ്ട്? ഞാൻ സ്കൂളിൽ വിട്ട് വന്നപ്പോ കണ്ടു. പൈസ അയ്യേ, അത് ഞാൻ ATM-ല് കയറി എന്താണടി? ഒന്നുമില്ല, വെറുതെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ ATM-ല് കയറാറുണ്ട്. അത് സമൂഹത്തിൽ എന്നെ പോലുള്ള വലിയ ആൾക്കാരുടെ ഒരു നിലനിൽപ്പിന്റെ ഭാഗമാണ്.
ഇടയ്ക്കിടയ്ക്ക് ATM കയറി ഇറങ്ങുകയൊക്കെ ചെയ്താലേ നമ്മൾ പൈസയൊക്കെയുള്ള ആൾക്കാരാണ്, ഇടയ്ക്ക് പൈസ എടുക്കുന്നു ഇടുന്നു അങ്ങനെയുള്ള ആളാണെന്ന് ആൾക്കാർ കരുതണ്ടേ. മാത്രമല്ല അതുകൊണ്ട് ഇന്ന് വേറൊരു ഗുണമുണ്ടായി. എടി ഞാൻ ATM കയറിയിട്ട് പുറത്തിറങ്ങിയപ്പോൾ നമ്മുടെ പ്രസാദല്ലേ, ഗൾഫ് പ്രസാദ് തയ്യക്കാരൻ, അവൻ എൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുക. ഞാൻ ചുമ്മാ പ്രസാദിനോട് നമ്പർ ഞാൻ പറഞ്ഞു, പ്രസാദേ നിൻ്റെ കയ്യിൽ ഒരു 500 രൂപ ചില്ലറ എടുക്കാണ്ടടാ. ഞാൻ ഇതിൽ കാശിട്ടപ്പോൾ കാർഡിട്ടപ്പോൾ 2000-ൻ്റെ നോട്ടേ പറഞ്ഞുള്ളൂ, എൻ്റെ അക്കൗണ്ടിൽ 1999 ഉള്ളൂ. അതിനെന്ത് ക്ലീറ്റസ് കേട്ടോ, 500 രൂപയുടെ കാര്യമല്ലേ ഉള്ളൂ, അതിന് ചോദിക്കണോ എന്നൊക്കെ പറഞ്ഞു അതൊക്കെ ഒരു 500 നോട്ട് എടുത്ത് തന്നു. ഞാൻ പറഞ്ഞു വൈകിട്ട് തരാം, കാണാം, പിന്നെന്താ അങ്ങനെ പിരിഞ്ഞു. വൈകിട്ട് എങ്ങനെ കൊടുക്കും? വൈകിട്ട് എങ്ങനെ കൊടുക്കും? അതിന് ഡാഡി ഇനി ആ വഴിക്ക് പോയിട്ട് വേണ്ടേ? ചെറിയ വായിൽ വലിയ വർത്താനം പറയല്ലേ. വൈകിട്ട് 500 പൈസ തരാണ്ട്, ഞാൻ അതിൽ നിന്ന് കൊണ്ട് കൊടുത്തോളാം. സർവത്ര നമ്പറും കാണിച്ച് നടന്നോ നിങ്ങൾ? കുടുംബം നോക്കണ്ട, പിള്ളേരെ നോക്കണ്ട. ഓ തുടങ്ങി. ഞാൻ ഒരു തന്നെ ഒരു 500 രൂപ വാങ്ങിച്ചാൽ ഇപ്പോൾ ഇവിടെ കുടുംബത്തിന് എന്തിനാണ് സംഭവിച്ചത്? ഒന്നും സംഭവിച്ചില്ല ക്ലീറ്റോ. എന്തോന്നറി എന്തായാലും പറയാനുണ്ടെങ്കിൽ നീ വളച്ചു കെട്ടാതെ കാര്യം പറ. അളിയമെല്ലാം പറഞ്ഞ അളിയനല്ല, നാട്ടുകാർ പറയുന്നുണ്ട് ഇപ്പോൾ. ആരെന്ത് പറഞ്ഞു? ഇന്ന് ശരിയാവും നാളെ ശരിയാവുമെന്ന് വിചാരിച്ച എവിടെ ശരിയാവാൻ? എന്നെ കുഴിയിലോട്ട് എടുക്കുമ്പോഴെങ്കിലും നിങ്ങൾ നന്നായി കണ്ടാൽ മതി. മതി നീ എഴുതാപ്പുറം വായിക്കാതെ എന്താ കാര്യം എന്താ വെച്ചാൽ പറയും. ആ ഹംസയുടെ കടയിൽ പറ്റ് തീർത്തിട്ട് എത്ര നാളായി? ഓ അതാണ് കാര്യം. ഹംസയുടെ കടയിലെ പറ്റ് നമ്മൾ ഓണത്തിന് മുമ്പേ പറ്റ് തീർക്കാറുണ്ടല്ലോ. ഓണത്തിന് മുമ്പ് എന്ന്? ഇത് ഓണത്തിന് മുമ്പുള്ള ദിവസം. ഇനി തിരുവോണത്തിന്റെ അന്ന് രാവിലെ പോയി മേടിച്ചിട്ടാണ് പുഴുങ്ങി തിന്നണ എല്ലാം കൂടി. ഇനിയും ശകലം ദിവസം കൂടെ ഉണ്ടല്ലോ ബാക്കി. അതിനു മുമ്പേ ഞാൻ അത് തീർത്തോളാം. അതിന് മുമ്പ് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെ നടക്കും? ഈ കൊച്ചുണ്ട്, അതിനെ പട്ടിണിക്ക് ഇടാൻ പറ്റുമോ എനിക്ക്? ഇപ്പൊ എന്ത് ഹംസയുടെ അവിടെ പോയിട്ട് എന്താ ഹംസം എല്ലാം പറഞ്ഞോ? ആ ചെന്ന് ചോദിച്ചു നോക്ക്. നിങ്ങൾക്ക് ഇങ്ങനെ ആരും കാണാതെ ഒളിച്ചും പാത്തും പതുങ്ങി നടന്നാൽ മതിയല്ലോ. എനിക്ക് അങ്ങനെ തലയിൽ കൂടി മുണ്ടിട്ട് നടക്കാൻ അറിയാൻ പാടില്ല. എന്താ പറഞ്ഞത് പറയും. പറഞ്ഞ മോശമായിട്ട് ഓണത്തിനുള്ള സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി പോയതാ ഞാൻ. അതിലുള്ള സാധനങ്ങൾ തന്നില്ല എന്നുള്ളത് പോട്ടെ, ആൾക്കാരുടെയൊക്കെ മുമ്പിൽ വെച്ച് എന്തൊക്കെ പറഞ്ഞെന്നറിയാമോ? ഇതുവരെയുള്ള ഓണപ്പറ്റൊക്കെ തീർത്തിട്ട് മേടിച്ചാൽ മതിയെന്ന്. അയക്ക് സാധനങ്ങളൊന്നും വെറുതെ കിട്ടണല്ല, കാശ് കൊടുക്കാതെ കിട്ടൂലെന്ന്. അതെ ഞാൻ അവരുടെ അത്ര അഹങ്കാരം എന്താണ്? നമ്മളെ ഓണപ്പറ്റി ഇതിനു മുമ്പുള്ള തീർത്തല്ലോ. ഇനിയിപ്പോ ഇതിന് ദിവസം ഉണ്ടല്ലോ, അതിനുമ്പ് തീർക്കൂലേ? അയാൾ പറഞ്ഞതിനകത്ത് കാര്യമില്ല ക്ലീറ്റോ. എന്ത് കാര്യം? നമ്മളെ കള്ളപ്പുള്ളികളാ, അവിടുന്ന് ഓടിപ്പോകാനൊന്നും പോകണല്ലോ. ചെന്ന് ചോദിക്കും, എന്തിനു ഇവിടെ നിന്ന് ചോദിക്കണം? അവിടെ ഞാൻ ചോദിച്ചിട്ടുണ്ട് വായിക്കാൻ. അവനെന്താ അങ്ങനത്തെ ആ രീതിയിൽ സംസാരിക്കണം? നമ്മളെ കള്ളപ്പുള്ളികളൊന്നും അല്ലല്ലോ. എത്ര നാളെ നമ്മൾ അവൻ്റെ കടയിൽ സാധനം മേടിക്കുകയല്ലേ? നമ്മൾ പൈസ ഇത് കൊടുക്കാനില്ലേ? ഇനിയിപ്പോൾ ഇത് മാത്രമേ ഉള്ളൂ, അത് കൊടുക്കൂലേ? അങ്ങനെ പെണ്ണുങ്ങളെ വിളിച്ചു ചേർത്ത് മോശമായിട്ട് സംസാരിക്കും. എനിക്ക് അറിയണമല്ലോ. ഇന്ന് ഞാൻ രണ്ടിലൊന്നും അവൻ്റെ അടുത്ത് അല്ലെങ്കിലേ പറ്റം കൂടെ തീർക്കട്ടെ. പറ്റ് തീർന്നിട്ട് അവനിട്ട് ഞാൻ 2 പറ്റിക്കുന്നുണ്ട്, അതായിരിക്കും നല്ലത്. ബാഗ് എടുക്ക്. ആലോചിച്ചോണ്ട് നില്ല്, മാനത്തുനിന്ന് പൊട്ടി വീഴും ഓണത്തിനുള്ള സാധനങ്ങൾ. എനിക്ക് ആലോചിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, അതുകൊണ്ട് ഞാൻ ആലോചിക്കും. എന്ത് കാര്യം നിങ്ങൾക്ക് ആലോചിക്കാനുള്ള? നാട്ടുകാരുടെ കാര്യമല്ലേ, ഞങ്ങളെ പറ്റി ആലോചന ഇല്ലല്ലോ. ഒരു നല്ല ഓണം വരിക, എന്തെങ്കിലും വേണ്ടേ വീട്ടില്? എന്നിട്ട് എവിടെ കള്ളത്തലുണ്ട്, എവിടെ എങ്ങനെ പണിയെടുക്കാതെ കാര്യം സാധിക്കാം? വലിയ വർത്താനൊന്നും പറയണ്ടത്. ഈ ഇത്രയും ഓണം കഴിഞ്ഞാലും നീ പട്ടിണിയൊന്നും കിടന്നില്ലല്ലോ ഇവിടെ? ഇല്ലല്ലോ. എന്തുകൊണ്ട്? എന്റെ ആങ്ങളല്ലോ. പിന്നെ നിന്റെ ആങ്ങളെ ഇല്ലായിരുന്നപ്പോൾ ഇവിടെ ഓണം ആഘോഷിച്ചില്ലല്ലോ. നീ ആ രീതിയിൽ സംസാരിക്കരുത്. എനിക്ക് ആലോചിക്കാൻ ഒരുപാടുണ്ട്. ഞാൻ നാടിനെ കുറിച്ചും ബാക്കിയുള്ള നാട്ടുകാരെ കുറിച്ചും ഒക്കെയാണ് ആലോചിക്കണേ. അതെ, ഇവിടെ മറ്റു ജില്ലകളിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിഞ്ഞുകൂടാതൊന്നുമില്ലല്ലോ. അപ്പോൾ ഇവിടെ ഓണം ആഘോഷിക്കുന്നത്. ആകെ പ്രളയത്തിലും ദുരിതത്തിലായിട്ട് ആൾക്കാർ കിടക്കുന്നത്. ഇവിടെ സർക്കാർ പോലും ഓണാഘോഷ പരിപാടികൾ വളരെ ലഘൂകരിച്ചേക്കുക. നിങ്ങൾക്കൊക്കെ ഓണം ഉണ്ടാ മതി. അപ്പൊ നമ്മൾ ഈ വർഷം ഓണം ആഘോഷിക്കൂലേ? അയ്യോ ഇല്ല മോളെ, നമുക്ക് ഓണവും ഇല്ല, വിഷു ഇല്ല, സംക്രാന്തി ഇല്ല. അതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു വീട്ടിൽ വേണം. നിനക്ക് അങ്ങനെയുള്ള ആൾക്കാരില്ല. കനകമാമൻ എന്തെങ്കിലും തരികയാണെങ്കിൽ എൻ്റെ മോൾ അതും കൊണ്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. അതെ തക്കളി മോളെ, ഈ ഇലയിട്ടിട്ട് അതിൽ സദ്യ ഉണ്ടാ മാത്രമേ ഓണം ആവുള്ളൂന്നൊന്നുമില്ല. ഒരു പായസം വെച്ച് കുടിച്ചാലും ഓണത്തിൽ ഭാഗമാണ്. അതേതെങ്കിലും സമൂഹ സദ്യ ഒപ്പിച്ചോ പായസം? അതുകൊണ്ടാ എന്റെ ക്ലീറ്റോ, എന്ന് നിങ്ങൾ എന്നെ കെട്ടിയോ അന്ന് എന്റെ ജീവിതത്തിലെ സന്തോഷവും പോയി, ആഘോഷവും പോയി, എല്ലാം പോയി. നരകത്തിലായി ഞാനിത് വിളിച്ച് കൂവിക്കൊണ്ട് നടക്കണില്ല എന്നുള്ളതേ ഉള്ളൂ. എന്റെ അവസ്ഥ അതുപോലെ തന്നെ. പിന്നെ കൂടുതൽ ആഘോഷിക്കണ്ട, സമ്മതിച്ച്. ഈ കൊച്ചിനെ പട്ടിണിക്ക് ഇടാൻ പറ്റുമോ ക്ലീറ്റോ? അതിന് കഞ്ഞി വെച്ച് കൊടുക്കണ്ടേ? അരിയില്ല, ഇവിടെ പച്ചക്കറി ഇല്ല, സാധനങ്ങളില്ല. ഞാൻ എന്ത് ചെയ്യണം? അതെ, നമ്മളെക്കാളും ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് ഇറങ്ങി ചെന്ന് കാണണോടി നീയൊക്കെ. നിങ്ങൾ ദുരിതം അനുഭവിക്കേണ്ടെന്ന് പറയണ്ടല്ലോ. നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്ത്? അവർക്ക് വേണ്ടി ഞങ്ങൾ പലതും ചെയ്യുന്നുണ്ട്. എന്ത്? നീ കൂടുതൽ വേണം വെക്കണം. നിനക്ക് ഇപ്പോൾ ഓണത്തിന് സാധനങ്ങൾ വേണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ മേടിച്ചുകൊണ്ട് തരാം. പ്രശ്നം തീരുമല്ലോ നിന്റെ.
ഓ ഒരു ഓണം ഉണ്ടില്ലെങ്കിൽ പിന്നെ ആൾക്കാരൊന്നും കണ്ടു പഠിച്ചോ. തന്തനെയും തള്ളേനെയും അനുസരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സംഭവിക്കും. അമ്മ അനുസരിച്ചില്ല, അതാണ് അമ്മയും അനുഭവിക്കുന്നത്. കൊച്ചിന് പറഞ്ഞു കൊടുക്കണുണ്ടല്ലേ, കണ്ടു പഠിച്ചോ നീ ഇത് തന്നെ. എവനെങ്കിലും കൂടെ പോയാലും ഇതുപോലെ പൊറുക്കാൻ തന്നെ പഠിച്ചു, അല്ലെങ്കിൽ കെട്ടിയവൻ്റെ അടുത്ത് എടുത്ത് ചാടിയൊക്കെ പെരുമാറാൻ കേട്ടോ മക്കളെ. ഈ വീട്ടിൽ ഒരു രീതിയിൽ സമാധാനമില്ല എന്നുള്ളതാണ്. ആ എന്തല്ലേ ഒരു വിഷമം രാവിലെ? ഒന്നുമില്ലടേ, ഈ മനസമാധാനം എന്ന് പറയണ ഒന്നുമില്ലെങ്കിൽ പിന്നെ എന്തോന്ന് കാര്യം. എന്ത് പറ്റി? ഓണം, ക്രിസ്മസ്, പെരുന്നാൾ എന്നൊക്കെ പറഞ്ഞ സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളെപ്പോലുള്ള ആണുങ്ങളുടെ മനസ്സമാധാനത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. എന്തിപ്പോ കാര്യം പറ. ഒന്നുമില്ല, തങ്കം തന്നെ. തങ്കത്തിന് തങ്കം ഒരു സമാധാനവും തരണില്ല. മറ്റേ ഇയാളുണ്ടല്ലോ, നമ്മൾ സാധനം പലചരക്ക് കടയിൽ സാധനം വാങ്ങണ ഹംസക്കയുടെ കടയിൽ ഈ ഓണത്തിന് മുമ്പ് പറ്റു തീർക്കണമല്ലോ. അത് സമ്പ്രദായം അങ്ങനെ ഉള്ളതല്ലേ. അതിന് 12,500 രൂപ വേണം. ഇനി പെട്ടെന്ന് ഇപ്പം പൈസ മറിയില്ല. നീയൊക്കെ ഭാഗ്യന്മാർ തന്നെ. നിനക്കൊക്കെ പെരുന്നാൾ വന്നാൽ പിന്നെ അങ്ങനെ പറ്റു തീർക്കണ പരിപാടിയൊന്നും ഇല്ലല്ലോ. പെരുന്നാൾ പറ്റുന്നില്ലല്ലോ. നമുക്കിവിടെ ഓണം എന്ന് പറഞ്ഞാൽ ഒരു ഓണപ്പറ്റ, അതിന് മുമ്പേ അങ്ങ് തീർത്തോളാം. അത് എല്ലാ മലയാളികൾക്കുള്ള ഈ ഓണാഘോഷം. ആ ഓണപ്പറ്റുമുണ്ട്. എല്ലാവരും ഈ ഓണത്തിനാണ് പറ്റൊക്കെ തീർക്കുന്നത്. അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. എനിക്ക് ഈ കാശ് വരാനില്ലെന്നുണ്ടെങ്കിൽ കനകൻ്റെ അടുത്ത് ചോദിക്കണം. ബെസ്റ്റ്. ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കാൻ തന്നെ കുറവേ ഉള്ളൂ. ചുമ്മാരി അവൻ ആദ്യം തരില്ല എന്ന് പറഞ്ഞാൽ നിന്നെ സഹായിക്കൂലേ? അത് വേണ്ട. അതെന്ത്? ഒന്നാമത് ഓണത്തിന് നല്ലൊരു ഓണമായിട്ട് ഇനി അവൻ്റെ അതൊന്നും വേണ്ടെന്ന്. പൈസ നോക്കാൻ എന്തെങ്കിലും വഴി. നീ വിചാരിച്ച 12,500 മറിച്ച് തരാൻ പറ്റൂടെ? ഇല്ല അല്ലേ, പൈസ ഒന്നും ഇല്ല. ഈ നടരായനൊന്ന് വിളിച്ചു ചോദിക്കാം. നടരായനെ വിളിച്ചു നോക്കാം, ചിലപ്പോൾ അവൻ്റെ കൈ കാശ് കാണും. ഹലോ നടരാജ, നീ എവിടെ നിൽക്കുന്നത്? ഹലോ, കസേര കളിയോ? അത് തീറ്റി മത്സരോ? ഹലോ, കട്ടായി. അവ എവിടെ കസേര കളിച്ചോണ്ടിരിക്കും. നല്ല പരുവം കസേര കളിക്കാൻ പറ്റിയ. പക്ഷെ അവൻ്റെ വീടിൻ്റെ അവിടെ ക്ലബിൽ ഓണാഘോഷമാണെന്നേ. അത് കഴിഞ്ഞ് വരട്ടെ. പിന്നെ എന്തുണ്ട് വഴിയളിയാ ഈ ഓണവും വരണം. വീട്ടിൽ ചെന്ന് കയറിയ തങ്കം ഈ അത് ഇത് പറഞ്ഞു മനുഷ്യനെ. എൻ്റെ അളിയ ഈ പറ്റൊക്കെ തീർക്കുക എന്ന് പറയുന്നത് നമ്മൾ ആണുങ്ങളെ സംബന്ധിച്ചുള്ള ഒരു അന്തസ്സാണത്. അത് നമ്മൾ ചെയ്യേണ്ട കാര്യം. അന്തസ്സിനെ കുറിച്ച് എന്നോട് മറിക്കല്ലേ. ഞാൻ ഇപ്പൊ ചോദിക്കണതല്ല. എനിക്ക് ഇത്തിരി പൈസ എടുത്ത് മറിച്ച് തരാൻ പറ്റുമോ അത് പറയും. അന്തസ് പറയണം. പൈസ ഉണ്ടെങ്കിൽ ഇവിടെ ആർക്ക് അന്തസ് കുറവ്? അളിയ പൈസയുടെ കേസൊന്നും നടക്കില്ല. ഞാൻ നമ്മുടെ ബാബുച്ചേട്ടൻ്റെ കടയിൽ നിന്നാണ് സാധനം എടുക്കുന്നത്, എനിക്കറിയാലോ. ഞാൻ അവിടുത്തെ ഓണപ്പറ്റെല്ലാം തീർത്തിട്ടുണ്ട്. തീർത്തിട്ടുണ്ട്. അല്ലെ ഒരു കാര്യം ചെയ്യും, ഞാനിപ്പം ആ കടയിൽ നിന്ന് അളിയന് ഒരു 10,000 രൂപയുടെ സാധനം വാങ്ങിച്ചു തരാം. 5,000 രൂപയ്ക്കൊന്നും എനിക്ക് വേണ്ട. നിനക്ക് ആവശ്യമുള്ള പൈസയുടെ സാധനം മതി. നമുക്ക് അത്യാവശ്യം ഞാനും തങ്കവും തക്കിളി അല്ലേ ഉള്ളൂ, വേറെ ആരും ഇല്ലല്ലോ. അപ്പോൾ ആവശ്യമുള്ള സാധനം മേടിക്കും. അപ്പോൾ അത് പൈസ പിന്നെ അടുത്ത ഓണത്തിന് കൊടുത്താൽ മതിയല്ലോ അല്ലേ? അല്ലേ, അടുത്ത ഓണത്തിനല്ല. പിന്നെ പൈസ വരുമ്പോൾ കൊടുക്കണോ? ഓണത്തിന് എടുക്കണ ഓണ സാധനങ്ങളുടെ ഓണപ്പറ്റെന്നുള്ളത് അടുത്ത ഓണത്തിനകത്ത് തീർത്താൽ മതിയല്ലോ. അത് ഞാൻ തരാം. അപ്പൊ ഇനി അടുത്ത ഓണത്തിനുള്ളത്. നീ എൻ്റെ അടുത്ത കൂട്ടുകാരനല്ലടാ. നീ ബേളം വെക്കല്ലേ. പൈസ വരുന്ന ഞാൻ നിനക്ക് തന്നിരിക്കും. ചുമ്മാ എന്ന് പറയണതല്ല. അതെ, കഷ്ടമായി പോയിട്ടാ നിങ്ങളുടെ കാര്യം ഹംസക്ക. ഇങ്ങനെയൊന്നും ആൾക്കാരോട് നിങ്ങൾ പെരുമാറില്ല അല്ല. ഞാൻ നിങ്ങൾക്ക് എന്നെ അറിഞ്ഞൂടാതൊന്നുമല്ലല്ലോ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ. ഇല്ല ഇത് മനുഷ്യത്വം എന്ന് പറയുന്നത് കുറച്ചൊക്കെ വേണം ഉള്ളിൽ. അങ്ങനെ പറഞ്ഞ കാര്യം ഞാനൊന്ന് പറയട്ടെ. നിങ്ങളൊന്നും പറയണ്ട. നിങ്ങൾക്ക് ഇത്രയും വർഷം ഞങ്ങൾ സാധനം മേടിച്ചാൽ എന്തെങ്കിലും ബാക്കി തരാനുണ്ടോ? ഒന്നുമില്ലല്ലോ. തരാനുണ്ട്. ഇപ്പോഴത്തല്ലേ ഉള്ളൂ. അതിന് മുമ്പത്തെ ഓണത്തിന് അതിന് മുമ്പ് തീർത്തു, പറ്റു തീർത്തു. അതിന് മുമ്പുള്ള ഓണത്തിന് നിങ്ങൾ എവളോട് പെരുമാറിയത് ഞാൻ അറിഞ്ഞു. അത് വളരെ മോശമായി പോയി. പക്ഷേ ഞാൻ അതിന് പ്രതികരിക്കാതെന്ന് അറിയാമോ? നിങ്ങളുടെ കാശ് തന്നതിന് ശേഷം 2 വർത്താനം നിങ്ങൾ പറയണത്. ആയിക്കോട്ടെ, അത് കുഴപ്പമില്ല. ഞാനിപ്പോ എന്താണ് സത്യത്തിൽ നിങ്ങളൊന്നും പറയണ്ട. നിങ്ങളുടെ പൈസ ആകുമ്പോൾ ഞങ്ങൾ എത്തിച്ചേരും. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. ഞാൻ എന്ത് മനസ്സിലാക്കാൻ? ഹംസക പൈസ മേടിക്കാൻ വേണ്ടി വന്നതല്ല. പിന്നെന്തിനാണ്? ഞാൻ രാവിലെ ലിസ്റ്റ് കൊണ്ട് പോയില്ലേ കടയിലോട്ട്.
അപ്പൊ ആ സാധനങ്ങളൊക്കെ തരാൻ വേണ്ടിയിട്ട് വന്നത് അതാ എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതെ, രാവിലെ അല്ല ഞാൻ ചോദിച്ചത്, നിങ്ങൾ രാവിലെ ആ സാധനം കൊടുത്തുവിട്ടെങ്കിൽ ഇത്രയും വർത്താനത്തിൻ്റെയും ബഹളത്തിൻ്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു? അതല്ല ക്ലീറ്റസേ, രാവിലെ ലിസ്റ്റുമായിട്ട് സാധനങ്ങളായി വന്നപ്പോൾ ഞാൻ എൻ്റെ ഒരു മാനസികാവസ്ഥയിൽ ഞാൻ എന്തൊക്കെ കടുപ്പിച്ച് പറഞ്ഞു പോയി. പറ്റ തീർക്കാതെ സാധനം തരില്ല, അത് ആയി. പിന്നെ ഞാൻ ഒരു നാൾ കടയിൽ നിന്ന് ആലോചിച്ചപ്പോഴാണ് തോന്നിയത് ഓണത്തിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾക്കാണല്ലോ വന്നത്. ഓണം എന്ന് പറയുന്നത് അങ്ങനെ ഇന്നാളല്ലേ, നമുക്ക് എല്ലാവരുടെയും ഒരു സന്തോഷത്തിൻ്റെ ഒരു മുഹൂർത്തമല്ലേ. നമ്മളെ വരിയിലും ഓണത്തിന് സദ്യയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഞങ്ങളെ മനസ്സ് വേദനിപ്പിച്ചാൽ നമ്മളെ വീട്ടിൽ പൊരയിലെ പിള്ളേർക്ക് നമുക്കൊക്കെ ഒരു പറ്റ ഇറങ്ങുമോ? അതേക്കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ലിസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഭാഗ്യത്തിന് തങ്ക ലിസ്റ്റ് വാങ്ങി പോയത് ഭാഗ്യമായി. അത് സാധനങ്ങളും കൊണ്ടല്ലോ ഞാൻ ഇങ്ങോട്ട് വന്നു, ഇവിടെ കൊടുത്തു. എനിക്ക് എൻ്റെ മനസ്സ് നിറഞ്ഞു. സംഭവം ഓക്കെ, അതിപ്പം സാധനം നിങ്ങൾ തന്നു. പക്ഷേ ഞാനിപ്പോൾ നമ്മുടെ ബാബുവിൻ്റെ കടയിൽ നിന്ന് കുറേ സാധനങ്ങളെ അദ്ദേഹം മേടിച്ചോണ്ട് വന്നു. എന്തിനാണ് ബാബുവിൻ്റെ കടയിൽ നിന്ന്? അവിടെ കടായിട്ടല്ല വാങ്ങിച്ചത്. അല്ല, നിങ്ങൾ സാധനം തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അൻസാറിന് പറഞ്ഞപ്പോൾ ബാബുവിൻ്റെ കടയിൽ നിന്ന് ഓക്കെ അതൊക്കെ കഴിഞ്ഞു. നമ്മളെ വായിൽ നിന്ന് കുറച്ച് വേണ്ടാത്ത വർത്താനം വന്നു, നമ്മളത് പൊരുത്തപ്പെടുക. ഓണമല്ലേ, ഓണത്തിന് എല്ലാവരും മനസ്സ് നിറഞ്ഞ് സന്തോഷമായിട്ട് ഇരിക്കുക, ആഹാരം കഴിക്കുക എല്ലാവരും കൂടി. ഇനിയപ്പോൾ ആ സാധനത്തിന് കടമൊന്നും ആക്കണ്ട, അത് ബാബുവിൻ്റെ കടയിൽ അങ്ങ് കൊടുക്കുക. നമ്മൾ കൊണ്ടുവന്ന സാധനം കൊണ്ട് നിങ്ങൾ എല്ലാവരും സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കുക. എല്ലാം കൂടി നമ്മൾ പൊരുത്തപ്പെടുക. ഓണമല്ലേ, നമ്മളെല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക ഓണത്തിന്. എന്നാൽ പിന്നെ നമ്മൾ പൊരുത്തപ്പെടുക, എല്ലാം സൗകര്യമായി. നമ്മള് മനസ്സിലൊന്നും വെച്ചിട്ടില്ല, പിന്നെ ഇങ്ങനെ പറഞ്ഞു പെട്ടെന്ന്. ഇതന്നെ ഇത്രക്കേ ഉള്ളൂ, നമ്മളൊരു ഓണല്ലേ. ഇത് മതി, മനസ്സ് അറിഞ്ഞ്. സ്കൂട്ടറൊക്കെ മാറ്റണം കേട്ടോ, കാറ്. ഞാനതല്ലേ ആലോചിച്ചത്. നല്ല മനുഷ്യനാണ് പുള്ളി പിന്നെ ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ എടുത്തു ചാടുന്നതിന്റെ കുഴപ്പമാണ്. അൻസാറേ, ഞാൻ ഇങ്ങനെ ഒരു വിവരം പറഞ്ഞ ഉടനെ എന്നെ എടുത്ത് ചാടിയിട്ട് ആ ബാബുവിന്റെ കടയിൽ നിന്നുള്ള സാധനം എല്ലാം മേടിച്ചു തന്നേ. Alien versus Alien.